വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം, അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പൂക്കോട്ടുംപാടത്ത് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നഴ്സറി അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സമര പോരാട്ടങ്ങളുടെ നായകന് അന്ത്യാഞ്ജലി. VSന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മേഖലയിലെങ്ങും അനുസ്മരണ യോഗങ്ങൾ നടന്നു. VSന്റെ യൗവനം 17 വയസ്സ് മുതൽ VSന്റെ മുഴുവൻ ജീവിതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധനയ്ക്ക് നാളെ തുടക്കമാകും. കർക്കിടക വാവിന്റെ പുണ്യം തേടി വിശ്വാസികൾ. വാവു ബലിയിട്ടത് ആയിരങ്ങൾ. വിശദമായ വാർത്തകൾ നോക്കാം. അന്തരിച്ച VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നിലമ്പൂരിൽ മൗനജാഥയും അനുസ്മരണ യോഗവും നടത്തി. സർവകക്ഷിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദനെ അനുസ്മരിച്ച് നിലമ്പൂരിൽ മൗനജാഥയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. CPMന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷികളെ സംഘടിപ്പിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗത്തിൽ ഏരിയ സെക്രട്ടറി P. മോഹനൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. നിലപാടുകളിൽ ഉറച്ചുനിന്ന് വ്യക്തിപരമായ സൗഹൃദം നോക്കാതെയും അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്ന നേതാവാണ് VS എന്ന് MLA പറഞ്ഞു. ഒരു സമരവീര്യത്തോടുകൂടി കേരളത്തിൽ നയിച്ച ഒരു നേതാവുണ്ടായിരുന്നെങ്കിൽ അത് VS മാത്രമാണ്. VSന്റെ യൗവനം 17 വയസ്സ് മുതൽ VSന്റെ മുഴുവൻ ജീവിതം ഈ സമര പോരാട്ടത്തിന് വേണ്ടി നീക്കിവെച്ചൊരു മനുഷ്യൻ. പലപ്പോഴും പാർട്ടികളിലൊക്കെ കാണുന്നത് ഒരു സമര പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു ജനനായകനാണ്. അധികാരത്തിലെത്തുമ്പോൾ പൂർണ്ണമായും ഭരണാധികാരിയായി മാത്രം മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവാം. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാലോളി മെഹബൂബ്, E. പത്മാക്ഷൻ, പരുന്തൻ നൌഷാദ്, PV ഹംസ, സ്കറിയ കിനാം തോപ്പിൽ, വിനോദ് P. മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. VSന്റെ നിര്യാണത്തിൽ പൂക്കോട്ടുംപാടം ടൗണിലും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ പങ്കെടുപ്പിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. സമര പോരാളി VS അച്യുതാനന്ദന്റെ സ്മരണ പുതുക്കി പൂക്കോട്ടുംപാടത്ത് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം P. ശിവാത്മജൻ അധ്യക്ഷനായി. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VK അനന്തകൃഷ്ണൻ, K. രാജ്മോഹൻ, കേമ്പിൽ രവി, PM സീതിക്കോയ തങ്ങൾ, KC വേലായുധൻ, സണ്ണി പുലിക്കുത്തിയേൽ, രാജീവ് പെരുമ്പ്രാൽ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PC നന്ദകുമാർ, P. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പൂക്കോട്ടുംപാടം ടൗണിൽ മൗനജാഥയും നടത്തി. കേരള രാഷ്ട്രീയത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് VSന്റെ നിര്യാണത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പകർത്തിവെച്ച ഓരോ നിലപാടുകളും
ആദർശങ്ങളുമെല്ലാം വരും കാലങ്ങളിൽ യുവതലമുറയ്ക്കടക്കം മാതൃകയാകുമെന്ന കാര്യം തീർച്ചയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന നാളെ തുടങ്ങും. 1 മാസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട പരിശോധനയാണ് മലപ്പുറത്ത് നാളെ മുതൽ ആരംഭിക്കുന്നത്. ഈ വർഷം ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധനയാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM വെയർ ഹൗസിന് സമീപം സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് 1 മാസം നീളുന്ന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടത്തുക. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 2 എഞ്ചിനീയർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള 5990 കൺട്രോൾ യൂണിറ്റുകളും 16290 ബാലറ്റ് യൂണിറ്റുകളുമാണ് ആദ്യഘട്ട പരിശോധന നടത്തി വോട്ടിങ്ങിന് സജ്ജമാണെന്ന് ഉറപ്പാക്കുന്നത്. കർക്കിടക വാവിന്റെ പുണ്യം നുകർന്ന് ഹൈന്ദവ വിശ്വാസികൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി. മേഖലയിലെങ്ങും നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കർക്കിടക വാവിന്റെ പുണ്യം നുകർന്ന് ഹൈന്ദവ വിശ്വാസികൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി. മേഖലയിലെങ്ങും നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഭൂമിയിലെ 1 വർഷം പിതൃക്കൾക്ക് 1 ദിവസമാണ് എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി വിശ്വാസികൾ കരുതുന്നത്. ക്ഷേത്രങ്ങളിലും ആത്മീയ സംഘടനകളുടെ കീഴിലും പുലർച്ചെ മുതൽ ബലിക്രിയകൾ നടന്നു. എള്ളും പൂവും ചോറും അല്ലെങ്കിൽ ഉണങ്ങല്ലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണ ക്രിയകൾ നടത്തിയത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പിച്ച് വിശ്വാസികൾ പിതൃമോക്ഷത്തിനായി ബലിയിട്ടു. യഥാസ്ഥാനെ ദശ്യാമി ഓം വംശദ്വയ പിതൃണാം യഥാസ്ഥാനെ ഉദ്ദശ്യാമി. നിലമ്പൂർ മേഖലയിലെ പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃതർപ്പണത്തിന് ആയിരങ്ങൾ ഒഴുകിയെത്തി. പെരുമ്പത്തൂർ ദുർഗാഭഗവതി ക്ഷേത്രം, ചുങ്കത്തറ മണ്ണാത്തി ക്ഷേത്രം, മുളന്തല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം, ശാന്തിഗ്രാം മച്ചിക്കൈ ശിവപാർവതി ക്ഷേത്രം, അമരമ്പലം ശിവക്ഷേത്രം, ചെമ്മന്തെട്ട ദുർഗാക്ഷേത്രം, പത്തിരിയാൽ നരസിംഹക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ചുങ്കത്തറ മണ്ണാത്തി ക്ഷേത്രത്തിന് കീഴിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് CV സുബ്രഹ്മണ്യൻ, N മോഹനൻ, MP അഭിലാഷ്, MP രാജേന്ദ്രൻ, വിജയൻ വയക്കര, അനൂപ് MP, M വാസുപിള്ള, S ശിവദാസൻ തുടങ്ങിയവരാണ് നേതൃത്വം വഹിച്ചത്. തിരുവാലി പത്തിരിയാൽ നരസിംഹ വരാഹ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് നടന്ന പിതൃതർപ്പണത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആചാര്യൻ ബാലകൃഷ്ണൻ നായർ വടയകളത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാമകൃഷ്ണൻ, രവികുമാർ, ഉണ്ണി, സേതുമാധവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സുന്നി മഹല്ല് ഫെഡറേഷൻ എടക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര യത്തീംഖാനയിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തി. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KT കുഞ്ഞാൻ ചുങ്കത്തറ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സലീം എടക്കര ആമുഖ പ്രഭാഷണം നടത്തി. ആര്യടൻ ഷൗക്കത്ത് MLA, അബ്ദുൾ അസീസ് മുസ്ലിയാർ മൂത്തേടം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, അബ്ദുറഹ്മാൻ മുസ്ലിയാർ മണിമൂളി, അബൂ ത്വാഹിർ ഫൈസി ചുങ്കത്തറ, സുബൈർ ഫൈസി കൊമ്പങ്കല്ല്, കാരാടൻ സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വിഷയാവതരണം നടത്തി. സമസ്ത 100ാം വാർഷികത്തിന്റെ മേഖലാതല ആക്ഷൻ പ്ലാനും മഹല്ല് ശാക്തീകരണ പദ്ധതിയും മേഖലാ ഉപാധ്യക്ഷൻ അബ്ദുറഹിമാൻ ദാരിമി മുണ്ടേരി അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ തെക്കിണി ഹംസ ആജി, കൺവീനർ കളത്തിൽ മജീദ്, ട്രഷറർ പാങ്ങിൽ അബൂബക്കർ, കോർഡിനേറ്റർ യാസിർ കുരിപ്പൊയിൽ, മേഖലാ ഭാരവാഹികളായ KNS സൈദലവി ഹാജി, പറമ്പിൽ ബാവ ഹാജി, ഉബൈദ് ആനപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള.
നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം. അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ്. ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട. കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക 7592060888 7593060088. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പൂക്കോട്ടുംപാടത്ത് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നഴ്സറിയിൽ 100% ഗുണമേന്മയുള്ള ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, പൂച്ചെടികൾ, പൂമരങ്ങൾ, അലങ്കാര ചെടികൾ, എല്ലാത്തരം മാവ്, പ്ലാവ് ഇനങ്ങൾ, സ്വദേശ വിദേശ പഴച്ചെടികൾ, നക്ഷത്രവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ, വാട്ടർ പ്ലാന്റ്സ്, സിമന്റ്, മൺ, പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ, പച്ചക്കറി വിത്തുകൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു. കൂടാതെ നല്ല ഇനം കമുങ്ങിൻ തൈകൾ, തെങ്ങിൻ തൈകൾ, കുരുമുളക് തൈകളും അടുക്കള മാലിന്യം വളമാക്കി മാറ്റുന്നതിനുള്ള ഇനോക്കുലവും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ബന്ധപ്പെടേണ്ട നമ്പർ 9446337875. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ 201 ഹൈസ്കൂളുകളിലായി 3083 റോബോട്ടിക് കിറ്റുകളുടെ വിന്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി. ഈ അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും റോബോട്ടിക്സ് മേഖലയിൽ പഠനവും പ്രായോഗിക പരിശീലനവും നൽകുന്നതിനായാണ് കിറ്റുകൾ വിന്യസിച്ചത്. 10ാം ക്ലാസ്സിലെ പുതിയ ICT പാഠപുസ്തകത്തിലെ റോബോട്ടുകളുടെ ലോകം എന്ന 6ാം അധ്യായത്തിലാണ് സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകളുടെയും ആക്ച്വേറ്ററുകളുടെയും ഉപയോഗം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ റോബോട്ടിക്സിൻ്റെ പുതിയ ആശയങ്ങളും മാതൃകകളും കണ്ടെത്താൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നത്. സ്കൂളുകൾക്ക് നൽകിയ റോബോട്ടിക് കിറ്റിലെ അർഡിനോ ബ്രെഡ് ബോർഡ്, IR സെൻസർ, സെർവോ മോട്ടോർ, ജമ്പർ വയറുകൾ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി കൈയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ തയ്യാറാക്കലാണ് ആദ്യത്തെ പ്രവർത്തനം. AI ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകൾ തയ്യാറാക്കലാണ് 10ാം ക്ലാസ്സിലെ ഓരോ കുട്ടിയും ചെയ്തു നോക്കേണ്ട അടുത്ത പ്രവർത്തനം. സ്കൂൾ റോബോട്ടിക് കിറ്റുകൾ ആവശ്യമുള്ള സ്കൂളുകൾക്ക് അവ നേരിട്ട് വാങ്ങുവാനും കൈറ്റ് സംവിധാനം ഒരുക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ICT പാഠപുസ്തകം പഠിപ്പിക്കേണ്ട ജില്ലയിലെ 1384 അധ്യാപകർക്ക് റോബോട്ടിക്സിനായുള്ള പ്രത്യേക പരിശീലനം കൈറ്റ് ഓഗസ്റ്റ് ആദ്യവാരത്തോടെ പൂർത്തിയാക്കും. നിലവിൽ നൽകിയ റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെ ചലിക്കുന്ന റോബോട്ടുകൾ ഉൾപ്പെടെ നിർമ്മിക്കുവാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് കിറ്റുകൾ ഈ വർഷം തന്നെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്ക് ലഭ്യമാക്കുമെന്ന് കൈറ്റ് CEK അൻവർ സാദത്ത് അറിയിച്ചു. ഈ വർഷം സ്കൂളുകളിൽ പ്രത്യേക റോബോ ഫെസ്റ്റുകളും കൈറ്റ് സംഘടിപ്പിക്കും. അപ്പോൾ ഇനി വിദ്യാലയങ്ങളിലൊക്കെ റോബോട്ടിക്സിനെയൊക്കെ ആധാരമാക്കിക്കൊണ്ടാണ് പഠനവും പാഠ്യേതര പ്രവർത്തനങ്ങളുമൊക്കെ നടത്താൻ പോകുന്നത്. ആധുനിക ടെക്നോളജികൾ വിദ്യാർത്ഥികൾക്ക് സുപരിചിതമാക്കുക എന്നത് തന്നെയാണ് ഇത്തരം പദ്ധതികളെ കൊണ്ടൊക്കെ വിദ്യാഭ്യാസ വകുപ്പും ലക്ഷ്യമിടുന്നത്. നിലമ്പൂർ വീട്ടിക്കുത്ത് LP സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു. ബാലസംഘം നിലമ്പൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചാന്ദ്രദിനം പരിപാടി നടത്തിയത്. പ്രസാദ് പൊറ്റേക്കാട് സ്വാഗതവും ഷീല അധ്യക്ഷതയും വഹിച്ചു. കൗൺസിലർ സ്വപ്ന ഉദ്ഘാടനം നിർവഹിച്ചു. RPമാരായ രാജേന്ദ്രൻ ഉപ്പുവള്ളി, ബാലഭാസ്കരൻ മാസ്റ്റർ, ഷരീഖ ടീച്ചർ, രഘുമാഷ് എന്നിവർ ചാന്ദ്രദിനത്തെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും വിശദീകരിച്ചു. മുന്നൊരുക്കങ്ങൾ ശാസ്ത്രലോകം നടത്തിയിട്ടുണ്ട് അല്ലേ? ആദ്യം ബഹിരാകാശത്തേക്ക് പോയി, വാഹനങ്ങളെ ആദ്യം വിട്ടു, പിന്നെ മൃഗങ്ങളെ വിട്ടു, പിന്നെ മനുഷ്യരെ വിട്ടു, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ചന്ദ്രനിലേക്ക് ആള് പോയത് അല്ലേ? അതിന്റെ വിവിധ ഘട്ടങ്ങൾ അതുകൂടെ നമ്മളൊന്ന് കാണാം. അതിനുശേഷം നമ്മൾ ചെറിയൊരു ചർച്ച നടത്തും.
അവിടെയാണ് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവേണ്ടത്, അതിന് മറുപടി അന്വേഷിക്കേണ്ടത്. വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കാളികാവ് പാലിയേറ്റീവ് കെയറിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഷിജിമോൾ രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിൽ 60ഓളം പേർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അറക്കൽ അധ്യക്ഷത വഹിച്ചു. ഐ മുജീബ് റഹ്മാൻ, നിസാം കരുവാരകുണ്ട്, എ പി സിറാജ്, സി സുഹൈൽ, കെ ജംഷീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഒ പി നവാഫ്, എം ജിംഷാദ്, ജ്യോതിഷ് ജോജി, കെ കെ കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമര പോരാട്ടങ്ങളുടെ നായകന് അന്ത്യാഞ്ജലി. VSന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മേഖലയിലെങ്ങും അനുസ്മരണ യോഗങ്ങൾ നടന്നു. VSന്റെ യൗവനം 17 വയസ്സ് മുതൽ VSന്റെ മുഴുവൻ ജീവിതം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധനയ്ക്ക് നാളെ തുടക്കമാകും. കർക്കിടക വാവിന്റെ പുണ്യം തേടി വിശ്വാസികൾ. വാവു ബലിയിട്ടത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം, അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പൂക്കൂട്ടുംപാടത്ത് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നഴ്സറി അയാൻ നഴ്സറി, പൂക്കൂട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.